ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. അതെ, നമ്മെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ഫലം നൽകുന്ന ഒരു നല്ല കർത്താവ് നമുക്കുണ്ട്. മനുഷ്യർ കാണുന്നത് പോലെയല്ല കർത്താവ് നമ്മെ കാണുന്നത്. നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, നമ്മുടെ പ്രവൃത്തികളെ അറിയുന്ന ദൈവം നിശ്ചയമായി അതിൻ്റെതായ പ്രതിഫലങ്ങളും നന്മകളും നൽകി നമ്മെ മാനിക്കുവാൻ വിശ്വസ്തനാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇനിയും നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുക്കാം. ദൈവഹിത പ്രകാരം ആകേണ്ടും വേണം ആയിത്തീരുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ കർത്താവ് നമ്മെ മാനിക്കും. എന്നെ ശ്രവിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഈ ദിവസത്തിലും അല്പസമയ ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 26-ാം വചനം നമുക്ക് വായിക്കാം. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. അതെ, ഇവിടെ യേശു കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞ വാക്കാണ് നമ്മോട് വായിച്ചു കേട്ടത്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ എൻ്റെ പിതാവ് മാനിക്കും. പ്രിയ മക്കളെ, ദൈവത്തെ യഥാർത്ഥമായി സേവിക്കുകയും സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചും അല്ലെങ്കിൽ ദൈവവചനം പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ട് വചനപ്രകാരം സത്യത്തിലും അവലും ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ചിലപ്പോൾ ഈ ഭൂമിയിൽ നാം ആഗ്രഹിക്കുന്നത് പോലെയുള്ള മറ്റുള്ളവരെ ആകർഷിക്കത്തക്ക രീതിയിലുള്ള മറ്റുള്ളവരോടൊപ്പം എടുത്തു പറയത്തക്ക മാന്യതകളും ഉയർച്ചകളും ഒന്നും പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും അവിടെ നാം തളർന്നു പോകണ്ട, ക്ഷീണിച്ചു പോകണ്ട. യഥാർത്ഥമായി ദൈവത്തെ സേവിക്കുന്നവരെ പിതാവ് മാനിക്കുമെന്ന് യേശു കർത്താവ് പറഞ്ഞുവെങ്കിൽ ആ കർത്താവ് ഭോഷ്ക് പറയുന്ന ദൈവമല്ല. നിശ്ചയമായി അങ്ങനെ തന്നെ സംഭവിക്കും. ആമേൻ. എന്നാൽ എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യേണ്ടത്? നമ്മുടെ സ്വയത്തെ നാം ത്യജിച്ചുകൊണ്ട് യേശുവിനെ പോലെ നാം ശുശ്രൂഷ ചെയ്യണം. യേശു തൻ്റെ സ്വന്തം ഇഷ്ടം ഒന്നും ഈ ഭൂമിയിൽ ചെയ്തില്ല. പിതാവിൻ്റെ ഇഷ്ടം മാത്രമാണ് യേശു ഈ ഭൂമിയിൽ ചെയ്തത്. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് തൻ്റെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ തൻ്റെ ആ മാനുഷികമായ ഒരു ചിന്ത യേശു പറഞ്ഞുവെങ്കിലും ഉടനെ തന്നെ യേശു അത് തിരുത്തി പറഞ്ഞു, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം പോലെ ആകട്ടെ. അതാണ് യഥാർത്ഥ ശുശ്രൂഷ. അതിനെക്കുറിച്ച് യേശു ഇവിടെ പറയുന്നുണ്ട് 24-ാം വചനത്തിൽ. ആമേൻ, ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേ ഇരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. അതെ, നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ശുശ്രൂഷക്കാരാണ്. നമ്മിലൂടെ വളരെ വിളവുണ്ടാകണമെങ്കിൽ നാം ചാകണം. അതായത് നമ്മുടെ സ്വയം മരിക്കണം. നമ്മുടെ സ്വന്തം ചിന്തകൾ, സ്വന്തം വിവേകങ്ങൾ, സ്വന്തം ആലോചനകൾ ഒക്കെ നാം മരിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ അതിനെ നിർജീവമാക്കിക്കൊണ്ട് പൂർണ്ണമായി ദൈവഹിത പ്രകാരം ദൈവത്തിൻ്റെ ആലോചനയ്ക്കും ദൈവത്തിൻ്റെ പ്ലാനും പർപ്പസും പദ്ധതിക്കും അനുസരിച്ച് നാം സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ നിശ്ചയമായി നമ്മിലൂടെ വളരെ വിളവുണ്ടാകും. അതിനുശേഷമാണ് യേശു പറഞ്ഞത്, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പഹിക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഇവിടെ നാം എന്തൊക്കെ വർജിക്കുന്നുവോ, എന്തൊക്കെ നാം പഹിക്കുന്നുവോ, എന്തിനൊക്കെ നാം വിട്ട് ഉപേക്ഷിച്ച് കളയുന്നു, അതിനൊക്കെ നിത്യകാലമായി നാം സന്തോഷിക്കുവാൻ സ്വർഗരാജ്യത്തിൽ നമുക്ക് ഇടവരും. ആയതിനാൽ യേശുവിനെ അനുഗമിക്കുന്നവർ ആരായിരിക്കണം? യേശു പറഞ്ഞു, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അതായത് യേശുവിൻ്റെ പ്രമാണങ്ങളനുസരിച്ച് യേശു എന്താണ് കൽപ്പിക്കുന്നത് അത് ചെയ്യുവാൻ മനസ്സുള്ളവർ മാത്രം എന്നെ അനുഗമിക്കട്ടെ എന്ന് യേശു പറഞ്ഞു. മാത്രമല്ല, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനെ ഇരിക്കും. യേശു അതല്ലേ പറഞ്ഞത്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും വന്ന് ചേർക്കുമെന്ന്. അതെ, യേശു ഇരിക്കുന്ന ആ സ്ഥലത്ത് നമ്മെയും ഇരുത്തുമെന്ന് കർത്താവ് നമ്മോട് പറയുന്നു. ആയതിനാൽ യേശുവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവർ, യേശുവിനെ സേവിക്കുന്നവർ, അയ്യോ ഈ പാതയിൽ കടന്നു വന്നിട്ട് നിന്നയും പരിഹാസവും ദുഷിയും വേദനയും കഷ്ടപ്പാടുകളും രോഗവും ദുരിതവും
മാത്രമല്ലേ എന്നോർത്ത് പിന്മാറിപ്പോകുവാൻ ഇടവരരുത്. ആമേൻ. നമ്മെ മാനിക്കുന്നൊരു ദിവസമുണ്ട്, നമ്മെ മാനിക്കുന്നൊരു കർത്താവുണ്ട്. ഹല്ലേലൂയ. യേശു പറഞ്ഞു, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ആമേൻ. കർത്താവ് സ്തോത്രം നമ്മെ മാനിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവരെ, ദൈവനാമത്തെ ഭയപ്പെട്ട ദൈവനാമത്തെ ഉയർത്തുന്നവരെ നിശ്ചയമായി കർത്താവ് മാനിക്കും. അതിനാൽ ഇന്ന് പകൽക്കാലം ദൈവം നമ്മോട് സംസാരിച്ചു. സ്തോത്രം. നമ്മുടെ സ്വയ ചിന്തകളെ, സ്വന്തം വിവേകങ്ങളെ വിട്ടുകളഞ്ഞും പൂർണ്ണമായി ദൈവഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ യഥാർത്ഥ ശുശ്രൂഷക്കാരായി നമുക്ക് മുന്നേറാം. നമ്മെ മാനിക്കുന്നൊരു പിതാവുണ്ട്, നമ്മെ മാനിക്കുന്നൊരു കർത്താവുണ്ട്. ഈ ഭൂമിയിലും നമ്മെ കർത്താവ് മാനിക്കും. ഹല്ലേലൂയ. നമ്മെ നിന്ന പാത്രമാക്കി വയ്ക്കുകയില്ല. എന്നാൽ അതിലുപരി യേശു ഇരിക്കുന്നിടത്ത് നമ്മയും ഇരുത്തി സ്വർഗത്തിൽ നമ്മുടെ പിതാവ് നമ്മെ ഏറ്റവും അധികമായി മാനിക്കും. ഈ നാളുകളിൽ ആ മാന്യത പ്രാപിക്കുവാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. സ്വന്തം മാനത്തിനും മറ്റുള്ളവരാലുള്ള പുകഴ്ചയ്ക്കും മാന്യതയ്ക്കും വേണ്ടി നാം ദൈവസ്നേഹം വിട്ട് അകന്നു പോകരുതേ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വചനത്തിൽ നമ്മുടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് വചനങ്ങളാൽ നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവീയ സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം. അതേ നാഥ, ലോകം നൽകുന്ന മാന്യതകൾ, മനുഷ്യർ നൽകുന്ന മാന്യതകളൊക്കെ കർത്താവെ അത് നിലനിൽക്കുന്നതല്ല കർത്താവെ. സ്തോത്രം സ്തോത്രം. എന്നാൽ എൻ്റെ കർത്താവ് ഞങ്ങളെ മാനിച്ചാൽ ഹല്ലേലൂയ, അത് നിത്യ കാലമായുള്ള അനുഗ്രഹമായിരിക്കുമല്ലോ. ഈ നാളുകളിൽ അങ്ങയുടെ ഇഷ്ടം ചെയ്ത് അങ്ങയുടെ യഥാർത്ഥ ശുശ്രൂഷക്കാരായ കർത്താവെ സ്വന്തം ഇഷ്ടങ്ങളെ മാറ്റിവെച്ച് പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്ത ദൈവത്താലുള്ള മാന്യതകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാൻ ഞങ്ങളെ തന്നെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന ഈ വചനപ്രകാരം ഞങ്ങളേവരെയും കർത്താവ് അനുഗ്രഹിച്ച് മാനിക്കുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവരും ഗോതമ്പ് മണി പോലെ കർത്താവ് തന്നെ ചത്ത് കർത്താവ് അനേക വിളവുണ്ടാക്കുന്നവരായി ഞങ്ങളെ തന്നെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. എല്ലാ ആഗ്രഹങ്ങളെ സാധിപ്പിക്കണം. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുത്ത് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. May God bless you all.